കറികളൊന്നും ആവശ്യമില്ലാത്ത സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മക്കളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി പൊട്ടാറ്റോ ഗീ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഫൈൻ വെയേഴ്സിൻ്റെ അയൺ കടായിലാണ് കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു വലിയ സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വലിയ ഒരു പൊട്ടാറ്റോ ക്യൂബായിട്ട് കട്ട് ചെയ്തതോടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അയൺ കടായി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും സേഫ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ. അത് യൂസ് ചെയ്യാനുള്ള മടി എന്ന് പറയുന്നത് ഇതിൽ അടിക്ക് പിടിക്കും അങ്ങനെ ചില പ്രശ്നങ്ങൾ കാരണമാണ്. എന്നാൽ ഈ ഒരു അയൺ കടായിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ക്യാരറ്റൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് അളവിൽ ഗീ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഡ്രൈ ആയതിന് ശേഷം 2 കപ്പ് അളവിൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൽ വെക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഒരു അടിപൊളി റൈസാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അയൺ കടായിൽ കുക്ക് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്.